ഞാൻ എന്റെ അച്ഛനെ കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് എന്റെ അച്ഛനെ കാണാൻ പോവുകയാണ് ഞാൻ. അച്ഛൻ എങ്ങനെയായിരിക്കുന്നേ? എന്നെ കാണുമ്പോ സ്നേഹത്തോടെ ഓടി വരുവോ അതോ ഗൗരവക്കാരനാണോ? എനിക്കറിയില്ല. അച്ഛന്റെ രൂപം ഓർക്കാൻ ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല. പക്ഷെ എന്നാലും എന്റെ മനസ്സ് നിറയെ എന്റെ അച്ഛനാണ്. ഭഗവാൻ അറിയോ, എന്റെ അച്ഛനെ സ്വീകരിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അച്ഛൻ വരുമ്പോ ഞെട്ടണം. ഈ മോളുടെ സ്നേഹം മുഴുവനും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ സത്യമോള് കാണിക്കും. അതെ, അച്ഛൻ ദേഷ്യക്കാരനൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നതിന് എന്നെ വഴക്കൊന്നും പറയില്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ? അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ എന്തൊക്കെയാ വേണ്ടെന്നറിയാത്ത വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ. എന്നാ പിന്നെ ഞാൻ പോയി അച്ഛനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പൂക്കൾ ഞാൻ ഭഗവാനും വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് അച്ഛനെ എതിരേൽക്കാൻ വേണം. ഞാൻ ഒരുക്കങ്ങളൊക്കെ ചെയ്യും. മോളുടെ അച്ഛൻ വരാനായിട്ട് ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാം. മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോ സത്യക്കുട്ടിയുടെ മുമ്പിലെ സത്യയുടെ അച്ഛനെത്തും. എനിക്ക് വയ്യമ്മ, ഇതിങ്ങനെ. ഈ കുഞ്ഞു മനസ്സിൽ അച്ഛനോടുള്ള ഇഷ്ടവും കാണാനുള്ള ആഗ്രഹവും കൂടി വരികയുള്ളൂ മോളെ. കണ്ടില്ലേ എന്ത് നിഷ്കളങ്കമായിട്ടാ അവൾ ഓരോന്ന് ചെയ്യുന്നത്. ഇന്ന് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയാ. ആ പ്രതീക്ഷ കെടുത്താൻ നമ്മളെ കൊണ്ടാവില്ല. ഇതൊരു കനലാണ്, സത്യയുടെ ചെറിയ മനസ്സിൽ കയറിക്കൂടിയ കനല്. ഇതിങ്ങനെ എരിഞ്ഞു നിൽക്കും അവളുടെ സ്വന്തം അച്ഛനെ കാണുന്നത് വരെ. എന്താ സ്വകാര്യം? അച്ഛന്റെ പേര് ഇപ്പൊ പറയണ്ടെന്ന് തന്നെയല്ലേ? അപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞു തരില്ല. വേണ്ട, ഞാൻ അച്ഛനെ നേടിക്കോളാം. പിന്നെ ശാരദാമ്മേ, എന്തോരം ചവറുകളായി കിടക്കുന്നേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ട എന്താ പറയാ? അച്ഛൻ വന്ന് കണ്ടാലും പറയില്ലേ 3 പെണ്ണുങ്ങളുള്ള വീടല്ലേ ഇതെന്ന്? സാരമില്ല, ഞാൻ തന്നെ അടിച്ച് വൃത്തിയായിക്കോളാം. സത്യ മോളെ, സത്യേ, എനിക്കിതൊക്കെ കണ്ടിട്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഭഗവാനെ, എന്താപ്പത്? എല്ലാരും കാര്യമായിട്ടുള്ള തിരക്കിലാണല്ലോ. നീയും വലിയ പഠിപ്പിലാണാ? എവിടെ? ഞാൻ വരുമ്പോ പടം വരച്ചോണ്ടിരിക്കുക. അതിന് അച്ഛൻ സപ്പോർട്ടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കുട്ടികൾ വളരേണ്ടതേ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാ. എന്നാലേ അവർക്കതിൽ ശോഭിക്കാനാവും. എന്റെ പപ്പിമോള് വരയ്ക്കാൻ നല്ല മിടുക്കിയ, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അവൾ എല്ലാത്തിലും മിടുക്കിയാവും. അവൾക്ക് വേണ്ടിയുള്ള ആയുഷ്ഹോമവും നല്ല രീതിയിലല്ലേ നമ്മൾ നടത്തിയത്. ഇനി പഠനത്തിലായാലും വരയിലായാലും എല്ലാത്തിലും മുന്നിലായിരിക്കും പപ്പിയുടെ സ്ഥാനം. അത് നീ പറഞ്ഞ സത്യമാ. ആ ഹോമം കഴിഞ്ഞപ്പോ ഈ കുടുംബത്തെ ബാധിച്ചിരുന്ന എല്ലാ ദുർമൂർത്തികളും
കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയെന്നുള്ള തോന്നലാ. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും. അതെ അതെ, ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും നല്ല പുരോഗതി. നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെയാ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അതാ. അങ്ങനെ എല്ലാ ദുർമൂർത്തികളും ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞതേ ഞാൻ ഈ തിരിച്ചെടുത്തു. ചില യക്ഷികൾ ഇപ്പോഴും ഇവിടെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. ദേ സംശയം ഉണ്ടെങ്കിൽ ദേ കണ്ടോ. അമ്മ ഇവിടെ എവിടെ? അമ്മ വിളിച്ചായിരുന്നോ? അതിനും ഇവളൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടാണ് കയറി വരുന്നത്. ഗുഡ് മോർണിംഗ് ഭാമാൻഡി. ഈ വീട്ടിൽ വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാനിവിടെ കയറി താമസിക്കാൻ വന്നൊന്നുമല്ല.